മുഖ്യമന്ത്രിയും കെ.എസ്.യു നേതാക്കളും തമ്മിലുള്ള തർക്കം രൂക്ഷം. വി.ഡി. സതീശനെ തള്ളി വി.എം. സുധീരൻ. അലോഷ്യസ് സേവ്യർക്ക് പിന്തുണ നൽകി രമേശ് ചെന്നിത്തല. പരസ്യ പ്രതികരണം പാടില്ലെന്ന് കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രിയെ കൈയൊഴിഞ്ഞ് ഹൈക്കമാൻഡും. വിവാദം ശക്തം. കെ.എസ്.യു നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ രംഗത്ത് വന്നു. മുതിർന്ന നേതാക്കൾക്ക് ചുവടുകൾ പിഴച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത യുവതലമുറയ്ക്കാണെന്നും ചൂണ്ടിക്കാട്ടിയ സുധീരൻ കെ.എസ്.യു നേതൃത്വത്തെ പുകഴ്ത്തുകയും ചെയ്തു. ഫലത്തിലിത് വി.ഡി. സതീശന് കനത്ത പ്രഹരമായി മാറുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറെ വേദിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ആരുടെ മുന്നിലും കീഴടങ്ങി നിൽക്കാതെ നിലപാട് ഉറക്കെ പറഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് കെ.എസ്.യുവിനുള്ളതെന്നും ആ വിധത്തിലാണ് ആദ്യകാല നേതാക്കൾ പ്രവർത്തിച്ചതെന്നും സുധീരൻ അനുസ്മരിച്ചു. യുവജന നേതാക്കളെ മുഖവിലക്കെടുക്കണമെന്നും അവരെ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നും സുധീരൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് വ്യക്തം. മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കം രൂക്ഷമായപ്പോൾ മധ്യസ്ഥ നീക്കവുമായി രംഗത്ത് വന്നതും വി.ഡി. സതീശന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയതും വി.എം. സുധീരനായിരുന്നു. ആ സുധീരൻ തന്നെയാണ് ഇപ്പോൾ സതീശനെതിരെ രംഗത്ത് വന്നതെന്നാണ് ഏറെ കൗതുകം പകർന്ന വസ്തുത. ഭരണകാര്യത്തിൽ കെ.എസ്.യുക്കാർക്ക് എന്താണ് കാര്യമെന്ന വിധത്തിൽ ധാർഷ്ട്യസ്വരത്തിൽ പ്രതികരിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി രംഗത്ത് വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിയായില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോരാട്ടം മറക്കാൻ പാടില്ലെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോഷക സംഘടനകൾ പൊതു ഇടങ്ങളിലല്ല പറയേണ്ടതെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടി. കെ.എസ്.യു അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. കെ.എസ്.യുവിന് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കും, മുഖ്യമന്ത്രി മുൻകൈ എടുക്കുമെന്നാണ് വിശ്വാസം, രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി കെ.എസ്.യു തർക്കത്തിലെ പരസ്യ പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ച് കെ.സി. വേണുഗോപാൽ എം.പി രംഗത്തെത്തി. വിഷമകരമായ സംഭവമുണ്ടായാൽ ബന്ധപ്പെട്ട വേദികളിൽ അറിയിക്കണമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാകുന്ന നടപടികൾ ആരും ചെയ്യരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഇതിനിടയിൽ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കെ.എസ്.യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാരിയും സഹപ്രവർത്തകരും രംഗത്തെത്തി. അലോഷ്യസിന് മോഹഭംഗത്തിൽ നിന്നുടലെടുത്ത വൈരാഗ്യമാണെന്നാണ് അവരുടെ വാദം. വി.ഡി. സതീശൻ സർക്കാരിനെ ബോധപൂർവം കരിവാരി തേക്കാനുള്ള നീക്കമാണ് അലോഷ്യസ് സേവ്യർ നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കെ.എസ്.യുവിലെ വി.ഡി. സതീശൻ വിഭാഗത്തിലെ പ്രമുഖരാണ് ആരോപണമുയർത്തിയ മുബാസ് ഓടക്കാലിയും സഹപ്രവർത്തകരും. എന്തുതന്നെയായാലും സംസ്ഥാന മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ യുവജന വിഭാഗ നേതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഏത് വിധേനയും ഈ വിധം തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും ഇപ്പോൾ ഉള്ളത്.